എൻ്റെ ഫലവൃക്ഷത്തോട്ടത്തിലെ അത്ഭുത കാഴ്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് റംബൂട്ടാനാണ്. റംബൂട്ടാനിൽ ഒരുപാട് വെറൈറ്റികളുണ്ട്. പക്ഷേ നമുക്ക് വീട്ടിൽ വയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായ 2 പ്ലാന്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അതിലൊന്ന് വന്ന് N80 ആണ്, മറ്റൊന്ന് റോങ് ഗ്രീൻ എന്നുള്ളൊരു വെറൈറ്റിയാണ്. 2 പ്ലാന്റും ഞാൻ കാണിക്കാം. N80 ഞാൻ എടുത്തത് കുറച്ച് വലിയ പ്ലാന്റ് തന്നെയാണ് എടുത്തത്. ഏകദേശം 1.5 വർഷം 2 വർഷം പ്രായമുള്ള ഒരു പ്ലാന്റാണ് എടുത്തത്. ഇപ്പോഴത്തെ അതികഠിനമായ ചൂടറിയാലോ. N80യുടെ ഇലകളൊക്കെ ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പേടിക്കേണ്ട കാര്യമില്ല. കുറച്ച് കഴിയുമ്പോൾ ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് അതിശക്തമായി അത് തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബുഷായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കമ്പിളെല്ലാം കോതിയിരുന്നു. ആ കമ്പിളിലെല്ലാം പുതിയ തിളിരുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ചൂട് ഈ മരത്തിനെ വലുതായിട്ട് ബാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എൻ്റെ വലിയ പ്ലാന്റെല്ലാം ഞാൻ വെച്ചിരിക്കുന്നത് 50 ലിറ്ററിൻ്റെ ഡ്രമ്മിലാണ്. 50 ലിറ്ററിൻ്റെ ഡ്രമ്മിൽ ഇതിനെല്ലാം ബുഷായിട്ട് കട്ട് ചെയ്ത് നിർത്തി കായകൾ പിടിപ്പിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പ്ലാന്റ് കുറച്ച് വലുതായതുകൊണ്ട് നല്ല ബുഷായതുകൊണ്ടും കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൽ അടുത്ത വർഷം തന്നെ റിസൾട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. N80 എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഫ്രൂട്ടിൽ 18 എണ്ണം എടുത്ത് തൂക്കിയാൽ 1 കിലോ വരുമെന്നാണ്. അത് എത്രമാത്രം സത്യമാണെന്നുള്ള കാര്യം ഫ്രൂട്ട് വന്നതിന് ശേഷം തൂക്കി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. എന്നാലും വീടുകളിൽ വയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായ വെറൈറ്റിയിൽ ഒന്നാണ് N80. പിന്നെ ഒരെണ്ണമാണ് റംബൂട്ടാൻ റോങ് ഗ്രീൻ. ഇത് ഹോം ഗ്രൗണ്ട് കമ്പനി സാധനമാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് കുറച്ച് ഉയരമുണ്ടായിരുന്നു. ഞാൻ കട്ട് ചെയ്ത് ബുഷായിട്ട് നിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. പുതിയ തുളിരുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പച്ചയിൽ തന്നെ മധുരമുണ്ടാവും. അതാണ് ഈ ഒരു വെറൈറ്റിയുടെ ഗുണം. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള റംബൂട്ടാനിനെ കുറിച്ച് എനിക്കറിയാവുന്ന രീതിയിൽ മനസ്സിലാക്കിയിട്ട് അതിലുള്ള ഏറ്റവും ബെസ്റ്റ് 2 എണ്ണമാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഒന്ന് N80യും മറ്റൊന്ന് റോങ് ഗ്രീനും. ഈ പ്ലാന്റ് മറ്റതിനെ അപേക്ഷിച്ച് അല്പം ചെറുതാണ്. എന്നാലും ഇത് അധികം താമസിക്കാതെ ബുഷായിട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ റംബൂട്ടാനെ കുറിച്ചുള്ള കാര്യം ഇത്രമാത്രം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.